എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യം ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ ഹത്താ തഖ്തമിയൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? എന്താ വെടി കൊണ്ടതുപോലെ നിൽക്കണേ? അപ്പൊ ഉറങ്ങണ്ടേ? ഖത്തം ഓതിയാ മതിയാ? എനിക്കറിയാം, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബി അപ്പൊ ഉറങ്ങണ്ടേന്ന്, രാവിലെ വരെ ഇരുന്ന് ഖുർആൻ ഓതിയാ മതിയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, ഖത്തം ഓതിയ പ്രതിഫലം വേണമെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്ത് ഓതിയ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നൊരു ഖത്തം ഓതൂലേ? മരിച്ച വാപ്പായ്ക്ക് വേണ്ടി ഖത്തം തന്നെ ഓതണം. 3 സൂറത്ത് ഓതിയിട്ട് കാര്യമില്ല. ഉണ്ടല്ലോ, എന്റെ വാപ്പ മരിച്ചതിന് ഞാൻ ഖുർആൻ മുഴുവനാ ഓതേണ്ടത്. അപ്പൊ അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്ത് ഓതി ഒരു ഖത്തത്തിന്റെ പ്രതിഫലവുമായിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹത്താ തജഅലിൽ അൻബിയാഇ, എല്ലാ പ്രവാചകന്മാരോടും ശഫാഅത്ത് ചെയ്യണേ എന്ന് ചോദിച്ചിട്ടേ ഉറങ്ങാവൂ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഞാൻ ആകെ ഒറ്റ നബിയെ കണ്ടിട്ടുള്ള, നിങ്ങളെ മാത്രം, പിന്നെങ്ങനെ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വരുമ്പോ ശഫാഅത്ത് ചെയ്യണേ എന്ന് ചോദിക്കുന്നത്? മുത്തുനബി പറഞ്ഞു, എന്റെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞ നിനക്ക് നാളെ പ്രവാചകന്മാരുടെ ശഫാഅത്ത് കിട്ടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ 2ാമത്തെ കാര്യം, എത്ര സ്വലാത്ത് പറയണം? 10 സ്വലാത്ത്. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം വാങ്ങിച്ചിട്ടേ ഉറങ്ങാവൂ. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം വാങ്ങിച്ചിട്ട് ഉറങ്ങണം. അതിനിപ്പോ രാത്രി പറ്റുമോ? ഇല്ല. അപ്പൊ പറഞ്ഞു, അങ്ങനെ നിനക്ക് ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടണമെങ്കിൽ ഒരു ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അറിയുന്നവർ ആ ദുആ ചെയ്യുക, ഇല്ലെങ്കിൽ നീ ദുആ ചെയ്യണം, അല്ലാഹുവേ എനിക്കും പുറത്തു തരണം, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്ത നിനക്ക് പൊരുത്തം കിട്ടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹത്താ തജഅലി അൽ ഹജ്ജ വൽ ഉംറ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങണമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യണം? ചെയ്യുവോ? ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം ഇന്ന് രാത്രി ഉറങ്ങാൻ. അതിനെന്ത് വേണം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇനി പറ, ഈ 4 കാര്യം ഇന്ന് ചെയ്യൂ. എന്തൊക്കെ? ഖുൽ ഹുവല്ലാഹു ഓതും, ഫലക് ഓതും, നാസ് ഓതും, 10 സ്വലാത്ത് പറയും, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരും.